ഫ്രണ്ട്സ്, ഇന്നൊരു ബ്യൂട്ടി റിലേറ്റഡ് ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഇപ്പോൾ സിറം എന്ന് പറഞ്ഞൊരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 40% പേർക്കും അറിഞ്ഞൂടായിരിക്കാം ഞാൻ എന്തിന് സിറം യൂസ് ചെയ്യുന്നു, എൻ്റെ സ്കിൻ കൺസേൺ എന്താണ്, എൻ്റെ സ്കിൻ കൺസേൺ അനുസരിച്ച് ഞാൻ ഏത് സിറമാണ് യൂസ് ചെയ്യേണ്ടത്, എത്ര ടൈപ്പ് സിറമുണ്ട്, ഞാൻ സിറം എപ്പോൾ യൂസ് ചെയ്യണം, എനിക്ക് ഏതൊക്കെ സിറം കമ്പയർ ചെയ്ത് യൂസ് ചെയ്യാം എന്നെല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ എല്ലാം ഒരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ സിറം ഉണ്ട്, നമുക്ക് എപ്പോൾ യൂസ് ചെയ്യാം, നിങ്ങളുടെ സ്കിൻ കൺസേൺ എന്താണോ അതിനനുസരിച്ചുള്ള ഏത് സിറം ചൂസ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് ഡേ ടു ഡേ ലൈഫിൽ സിറം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആർക്കും അറിയില്ലായിരിക്കാം എന്തിന് ഞാൻ സിറം യൂസ് ചെയ്യുന്നു, ഏതൊക്കെ സിറം, എൻ്റെ കൺസേൺ എന്താ, ഞാൻ ഏത് സിറം എനിക്ക് വേണ്ടി ചൂസ് ചെയ്യണം, ഞാൻ എപ്പോൾ സിറം യൂസ് ചെയ്യണം എന്നൊക്കെ എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷൻസാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മെയിൻലി സിറം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ, ലിക്വിഡ് സ്കിൻ കെയർ പ്രോഡക്റ്റാണ്. ഇതെന്തുകൊണ്ട് മോയ്സ്ചറൈസറിനേക്കാളും ബെറ്റർ ആവുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോളിക്കുലർ സൈസ് ഭയങ്കര സ്മോളാണ്. നമ്മുടെ മോയ്സ്ചറൈസറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോയ്സ്ചറൈസർ പറയുമ്പോൾ ഇത്തിരി കൂടെ തിക്കാണ് അതിൻ്റെ മോളിക്കുലർ കണ്ടൻറ്റ്. പക്ഷേ ഈ സിറത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്കുലർ സൈസ് ഭയങ്കര സ്മോളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഈസിലി പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. ഈസിലി പെനിട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാവും ക്വിക്ക് ആക്ഷൻ ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ സിറം ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റായിട്ട് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു സിറം എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും നമ്മൾ അതിൻ്റെ നെറ്റിലായിരിക്കും സെർച്ച് ചെയ്ത് നോക്കുക. പല പല ടൈപ്പ് സിറം വരും. വൈറ്റമിൻ സി, നിയാസിനമൈഡ്, AHA പീൽ, BHA പീൽ, അതിൻ്റെ കൂടെ തന്നെ റെറ്റിനോയിഡ് സിറം, പെപ്റ്റൈഡ് സിറം, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാവും. ഞാൻ എൻ്റെ സ്കിന്നിനെ ഏത് സിറം യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എപ്പോഴും സിറം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണോ നമ്മുടെ സ്കിൻ കൺസേൺ അതിനനുസരിച്ചുള്ള സിറം വേണം യൂസ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ സിറം യൂസ് ചെയ്തിട്ട് വലിയ എഫക്റ്റ് ഇല്ലാത്തതായിപ്പോവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ഏതൊക്കെ സ്കിൻ കൺസേണിലാണ് നമുക്ക് സിറം യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഗ്ലോ അല്ലെങ്കിൽ ബ്രൈറ്റനിങ് എഫക്റ്റാണ് നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമുക്ക് അതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി സിറമാണ്. കാരണം വൈറ്റമിൻ സി സിറത്തിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ആ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഡെയിലി യൂസായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഗ്ലോയിങ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ബ്രൈറ്റനിങ് എഫക്റ്റും ഉണ്ടാവും. പിന്നെ കുഞ്ഞു കുഞ്ഞു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ മെയിൻ കൺസേൺ ഡാർക്ക് സ്പോട്ട്സ് ആണ്. ഇപ്പോൾ ആക്നി വന്നിട്ടുള്ളവർക്ക് അറിയാം ഭയങ്കര ഡാർക്ക് സ്പോട്ട്സ് നമ്മുടെ ഫേസിലുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മെയിൻ കൺസേൺ ഡാർക്ക് സ്പോട്ട്സ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിറം നിയാസിനമൈഡ് സിറമാണ്. ഇനി ചിലർക്ക് 40+ ഏജ് ആയിട്ടുള്ളവർക്കൊരു അവരുടെ കൺസേൺ എന്ന് പറയുമ്പോൾ കുഞ്ഞ് ഫൈൻ ലൈൻസ് ഒക്കെ വന്നിട്ട് തുടങ്ങും. ചെറിയ കുഞ്ഞു റിങ്കിൾസ് ഒക്കെ, ഭയങ്കര റിങ്കിൾസ് ഒക്കെ മാറില്ല, കുഞ്ഞു റിങ്കിൾസ്, കുഞ്ഞു ഫൈൻ ലൈൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിറമാണ് റെറ്റിനോയിഡ് സിറം. ഈ സിറത്തിന് നമ്മുടെ ആൻറ്റി സാഗിങ് പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി സാഗിങ് ആൻഡ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ സാഗിങ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 30+ ആയിട്ടുള്ള ആൾക്കാർ, 30+ അല്ലെങ്കിൽ 40+ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫൈൻ ലൈൻസ് അല്ലെങ്കിൽ ഫൈൻ റിങ്കിൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ് റെറ്റിനോയിഡ് സിറം. പക്ഷേ ഭയങ്കര വലിയ റിങ്കിൾസ് ഒക്കെ ആണെങ്കിൽ അത്രയും എഫക്റ്റ് പ്രതീക്ഷിക്കുക. നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നമുക്ക് കുറച്ചൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി റെറ്റിനോയിഡ് സിറം യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ കൺസേൺ ഡ്രൈ സ്കിൻ ആണെങ്കിൽ, ഇപ്പോൾ പലർക്കും സമ്മർ സീസണൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് സ്കിൻ ഡ്രൈ ആവുന്ന കണ്ടീഷൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൺസേൺ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആവുന്നെങ്കിൽ അതിന് ഭയങ്കര നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹ്യാലുറോണിക് ആസിഡ് സിറമാണ്. കാരണം ഈ ഹ്യാലുറോണിക് ആസിഡ് സിറത്തിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് വാട്ടർ കണ്ടൻറ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് എപ്പോഴും നല്ലൊരു ഹൈഡ്രേഷൻ ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഹ്യാലുറോണിക് ആസിഡ് സിറം നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത് ആക്നി പ്രോൺ അല്ലെങ്കിൽ നമ്മുടെ ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ, ആക്നി വരുന്നവർക്കറിയാം അവരുടെ സ്കിൻ പൊതുവേ ഓയിലി സ്കിൻ ആയിരിക്കും. ഓയിലി സ്കിൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ
കിടന്ന് രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഈ ടീ സോൺ ഏരിയയിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ടിഷ്യൂ പേപ്പറിൽ നല്ല ഓയിലി ഫീൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓയിലി സ്കിൻ ആണോ എന്ന് കണ്ടെത്താം. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ആക്നി പ്രോൺ അല്ലെങ്കിൽ ഓയിലി സ്കിൻ ആണെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ് സെറമാണ്. അത് നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാം. അപ്പോഴത്തേക്കും ആക്റ്റീവ് പിമ്പിൾസ് ഉണ്ടെങ്കിലും നമുക്ക് സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യാം. ഓയിൽ കൺട്രോളുമാണ്, അതിൻ്റെ കൂടെ തന്നെ ആക്റ്റീവ് പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ സെറം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് നിങ്ങളുടെ സ്കിൻ കൺസേൺ, അപ്പോൾ നിങ്ങൾ ഏത് സെറം യൂസ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ എപ്പോഴാണ് ഈ സെറം യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് മോർണിംഗ്, നമ്മുടെ നൈറ്റ്, ഇപ്പോൾ എല്ലാവർക്കും ഡേ കെയർ സ്കിൻ റൊട്ടീനും കാണും, നൈറ്റ് കെയർ സ്കിൻ റൊട്ടീനും കാണും. ട്വൈസ് ഡെയിലി നമുക്ക് ഈ സെറംസ് യൂസ് ചെയ്യാം. മോർണിംഗ് ടൈം ആവുമ്പോൾ നമ്മൾ ഏത് ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നത് ആ ഫേസ് വാഷ് വെച്ച് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ ചിലർ ടോണർ യൂസ് ചെയ്യുന്നുണ്ടാവും. ടോണറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ പോൾസൊക്കെ ഇച്ചിരി ഷ്രിങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നെങ്കിൽ സെക്കൻഡായിട്ട് ടോണർ യൂസ് ചെയ്യുക. ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ സെറം യൂസ് ചെയ്യുക. സെറം നിങ്ങൾ മേടിച്ചിട്ടുള്ളവർക്കറിയാം, കുഞ്ഞു ബോട്ടിലിൽ വിത്ത് ഫില്ലറാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഫില്ലറിൽ 2 ഡ്രോപ്സ് നിങ്ങളുടെ ഹാൻഡിലെടുത്തിട്ട് അത് ജസ്റ്റ് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഫേസിൽ. അങ്ങനെ കൂടുതലായിട്ട് ഇടണ്ട, ജസ്റ്റ് ഒന്ന് നമുക്കത് കിട്ടത്തക്ക രീതിയിൽ ഫേസിലൊരു ലെയർ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു സെറം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോയ്സ്ചറൈസറിൻ്റെ മോളിക്കുലർ സൈസ് എന്ന് പറയുന്നത് ലാർജാണ്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് സെറം യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സെറത്തിന് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക, അത് കഴിഞ്ഞ് സെറം യൂസ് ചെയ്യുക, അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഫേസിൽ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ സെറം യൂസ് ചെയ്ത് കഴിഞ്ഞ് 5 മിനിറ്റ്സ് കഴിഞ്ഞ് നിങ്ങൾ ആ സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ചില ആൾക്കാർക്കൊരു പ്രവണതയുണ്ട്, നമ്മൾ 2 സെറംസ് ചിലർ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും, ഈ 2 സെറം എനിക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാമോ. നമുക്ക് മിക്സ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് സെറംസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ റെറ്റിനോയിഡ് സെറം യൂസ് ചെയ്യുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈൻ ലൈൻസിന് അല്ലെങ്കിൽ റിംഗ്ലിംഗ് എഫക്റ്റിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നവരാണ് റെറ്റിനോയിഡ് സെറം അല്ലെങ്കിൽ പെപ്റ്റൈഡ് സെറം. ആ സെറമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അതും വേറെ സെറംസുമായിട്ട് കമ്പൈൻ ചെയ്യരുത്. കാരണം റെറ്റിനോയിഡ് നമ്മുടെ സ്കിന്നിൽ ഇച്ചിരി കൂടെ എഫക്റ്റ് കൂടിയതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ വേറെ സെറംസ് കൂടെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നമ്മൾ ഹാർഷ് എഫക്റ്റാണ് നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്നത്. അതുകൊണ്ട് അതൊരിക്കലും യൂസ് ചെയ്യരുത്. നമുക്ക് എല്ലാ സെറത്തിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റിയ ഒരു സെറമാണ് ഹ്യാലുറോണിക് ആസിഡ് സെറം. എന്നാൽ നമുക്ക് ഹൈഡ്രേഷൻ തരുന്ന സെറം. അത് നമുക്ക് ഏത് സെറത്തിൻ്റെ കൂടെ വേണോ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അല്ലാണ്ട് വേറെ ഒരു സെറംസും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ സെറത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു AHA BHA പീലിനെ കുറിച്ച്. അതെന്ന് പറയുന്നത് കെമിക്കൽ എക്സ്ഫോളിയേറ്റർ ആണ്. അത് നമുക്ക് ആക്ച്വലി സെറം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു 1 ടൈപ്പ് ഓഫ് ആസിഡാണത്. കെമിക്കൽ എക്സ്ഫോളിയേറ്റർ ആണ്. അത് നമുക്ക് വീക്ക്ലി വൺസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു 1 ടൈം നമ്മുടെ ഫേസിൽ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഔട്ടർ ലെയർ ഓഫ് സ്കിൻ, തിൻ ലെയർ ഓഫ് സ്കിൻ എക്സ്ഫോളിയേറ്റായി പോവുകയാണ്. അപ്പോഴത്തേക്കും നമുക്കത് ഡെയിലി യൂസ് ചെയ്യാത്താൽ നമ്മുടെ സ്കിൻ അത് ഭയങ്കര ആപത്താണ്. സോ വീക്ക്ലി വൺസ് മാത്രം അത് യൂസ് ചെയ്യുക. ഇപ്പോൾ പെട്ടെന്നൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 2 ഡേയ്സ് മുന്നേ ഇത് യൂസ് ചെയ്താൽ കുറച്ചൊരു ഒരു ഗ്ലോയും അതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ഫോളിയേഷനും കൂടെ നടക്കുമ്പോൾ ഒരു ന്യൂ സ്കിൻ ആൻഡ് ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് ഫീൽ ചെയ്യും. അങ്ങനെ നമുക്ക് വീക്ക്ലി വൺസ് യൂസ് ചെയ്യാം. ഇനി ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഒരു ഒരു ലെയർ ഓഫ് സ്കിന്ന് പോവുകയല്ലേ, അപ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ പെട്ടെന്ന് സൺ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കെമിക്കൽ എക്സ്ഫോളിയേറ്റർ നമ്മൾ വീക്ക്ലി വൺസ് യൂസ് ചെയ്യുവാണെങ്കിൽ എന്തായാലും മോയ്സ്ചറൈസറും അതേപോലെ തന്നെ സൺസ്ക്രീനും യൂസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറഞ്ഞ സെറംസ് എങ്ങനെ യൂസ് ചെയ്യണം, നിങ്ങളുടെ സ്കിൻ കൺസേൺ എന്താണ്, അപ്പോൾ ഞാൻ ഏത് ടൈപ്പ് സെറം ചൂസ് ചെയ്യണം, എന്തൊക്കെ എനിക്ക് മിക്സ് ചെയ്യാം, എപ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.